കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാഹമായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധറിൻ്റേത്. സീരിയൽ നടൻ ക്രിസ് വേണുഗോപാലാണ് ദിവ്യയെ വിവാഹം ചെയ്തത്. സ്റ്റീരിയോ ടൈപ്പുകൾ തകർത്തെറിഞ്ഞുള്ള വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അന്നു മുതൽ വലിയ രീതിയിൽ വിമർശനം ദിവ്യ നേരിട്ടിട്ടുണ്ട്. ക്രിസ് വേണുഗോപാൽ നേരെ മറയ്ക്കാറില്ലെന്നുകൊണ്ടാണ് തന്നെ ഭൂരിഭാഗം ആളുകളും വയസ്സനായ ക്രിസിനെ പണം കണ്ട് ദിവ്യ കല്യാണം കഴിച്ചു എന്ന തരത്തിലായിരുന്നു വിമർശിച്ചിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇരുവരും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല. അത് പിന്നീട് ക്രിസ് തന്നെ വ്യക്തമാക്കിയിട്ടും ചെയ്തിട്ടുണ്ട്. ആദ്യ വിവാഹത്തിൽ 2 മക്കളാണ് ദിവ്യയ്ക്കുള്ളത്. സ്വന്തം മക്കളെന്ന പോലെയാണ് ദിവ്യയുടെ 2 മക്കളെയും ക്രിസ് സ്നേഹിക്കുന്നത്. ജീവിക്കുന്നുവെന്ന തോന്നൽ തനിക്ക് വന്നത് ക്രിസിന് വിവാഹം ചെയ്ത ശേഷമാണെന്ന് ദിവ്യ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ പൊതുപരിപാടികളിലും TV ഷോകളിലും ഇരുവരും ഒരുമിച്ചാണ് പങ്കെടുക്കാറുള്ളത്. മനസ്സിൽ തോന്നുന്നത് മടികൂടാതെ പറയുകയും പെരുമാറുകയും ചെയ്യുന്ന രീതിയാണ് ദിവ്യയുടേത്. അതിൻ്റെ പേരിലും ദിവ്യ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നേരം ദി റൈറ്റ് ടൈം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ പുതിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടി. താൻ സന്തോഷിച്ച് നടക്കുന്നതും സംസാരിക്കുന്നതും ഭർത്താവിനും മക്കൾക്കും ഇഷ്ടമില്ലെന്നും തുടങ്ങി ഇഷ്ടമാണെന്നും ഒതുങ്ങി ജീവിക്കണമെന്ന് അവർ ഇന്നേ വരെ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ദിവ്യ പറയുന്നു. താൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, 32 വയസ്സിലാണ് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നത്. ഡൈവോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ലീഗലി മാരീഡ് ആയിരുന്നില്ല. പുള്ളി ആദ്യം ഒരു വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നതുകൊണ്ട് ഞാനുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. എനിക്കിപ്പോൾ 41 വയസ്സാണ്. ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു എന്നേ ഉള്ളൂ. ഇനിയും ഒരു 41 വർഷം കൂടി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ആർക്കെങ്കിലും അതിൽ ഉറപ്പുണ്ടോ? ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ലല്ലോ. 32 വയസ്സുവരെ ദൈവം ദാമ്പത്യ ജീവിതം തന്നപ്പോൾ എനിക്ക് ആസ്വദിക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ പറ്റിയില്ല. എൻ്റെ അത്രയും ചെറിയൊരു പ്രായമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അത് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏട്ടൻ കൊള്ളാം, ക്രിസ് നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് പറയുന്നത്. ഞാൻ ചാടി കളിക്കുന്ന വ്യക്തിയാണ്, അത് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ ഒന്ന് ഒതുങ്ങി സംസാരിക്കണമെന്ന് വെച്ചാൽ ഏട്ടൻ പറയും ഇതെൻ്റെ കുഞ്ഞുമോളല്ലെന്ന്. അമ്മ ഇങ്ങനെ ആവേണ്ട, അമ്മ എങ്ങനെയാണോ അങ്ങനെയായാലും മതിയെന്ന് മക്കൾ പോലും പറയും. അമ്മയ്ക്ക് ഈ കുട്ടികളെ ചേർന്നുവെന്ന് പറയും. ഏട്ടനോടും മക്കൾ പറയും അമ്മ ഇങ്ങനെ മാറണ്ട, മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ അല്ലെന്ന്. സീരിയസ് ആയി നിൽക്കുന്ന അമ്മയെ അവർക്ക് താല്പര്യമില്ല. സീരിയസ് ആയി നിൽക്കുന്ന ഭാര്യയെ തനിക്കും വേണമെന്ന് ഏട്ടനും പറയുമെന്ന് ദിവ്യ പറയുന്നു. ദിവ്യ ക്രിസ് വിവാഹം ആഘോഷമായിരുന്നു. ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ വിവാഹം ആസ്വദിക്കാനും ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസുമായുള്ള വിവാഹത്തിന് ദിവ്യ നന്നായി ഒരുങ്ങിയതും റിസപ്ഷൻ അടക്കമുള്ള സംഘടിപ്പിച്ച് ആഘോഷമാക്കിയതും. അഭിനയത്തിന് പുറമെ റേഡിയോ അവതാരകൻ, വോയിസ് ആർട്ടിസ്റ്റ്, എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ